തലസ്ഥാനത്ത് വീണ്ടും വെർച്വൽ അറസ്റ്റിന് ശ്രമം. ഇടപ്പഴിഞ്ഞ് സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനെയാണ് തട്ടിപ്പ് സംഘം വിളിച്ചത്. സംശയം തോന്നിയ മകൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. യഥാർത്ഥ പോലീസ് സീനിലേക്ക് വന്നതോടെ തട്ടിപ്പ് സംഘം തടി തപ്പി. CBI officer. CBI officer is there. Sir. Okay, show me yourself. പോയിട്ടൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൽ 1 ലക്ഷം വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇല്ല. അതാണ് പ്രശ്നം. Tell me. Who are you? My name is Akash Kulani, I'm CBI officer. What do you want to say? What is the purpose of calling this phone? This is none of your concern. You are not authorized to ask me those questions. What is your concern about? Listen to me. You are interfering in my case. I will show you what I am. You understand? Okay. I will literally suspend you. You understand? And I will also put inquiry of the second officer who is sitting behind. Okay. You do whatever you can do. Whatever you can do, you do that. Okay. Yeah. You just do whatever you can do. I'm working as a sub-inspector police in Museum Police Station, Trivandrum City. Whatever do, you do that. Okay. Oh, fine. Whatever things is you know, tell me your ID and all. You are not authorized to ask me those questions. You understand? If you have anything to say, you just directly. Do you? Oh, yeah, I understand you. Whatever you are saying is, you just came to this particular place and you just arrest him. Okay. From where you are calling? Which place? I'm from Mumbai. നിനക്ക് മലയാളം അറിയാടാ? मुंबई कॉप सेंट्रल ब्यूरो ऑफ इन्वेस्टिगेशन എന്നുള്ള സാധനം ബോർഡിംഗ് നന്നായിട്ട് വെക്കാൻ നോക്കും. तुम असली पुलिस सेंट्रल ब्यूरो ऑफ इन्वेस्टिगेशन में काम कर रहा है तो असलियत में वो मुंह दिखा दो. क्या मुंह दिखाओ? अभी तक जो मुंह दिखाया था वो क्या था? वो लगता है. അതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. तो अपना ऑफिस दिखा दे पूरा. तुम्हारा पूरा ऑफिस दिखा देना. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് വിർച്വലിൽ വന്ന് നെറ്റ് വഴി വന്ന് ഞാൻ CBI നിന്നാണെന്ന് പറഞ്ഞൊരു പാവത്തിൻ്റെ പൈസ തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയപ്പോൾ മ്യൂസിയം പോലീസിലെ സബ് ഇൻസ്പെക്ടർ അവിടേക്ക് കടന്നു ചെന്നു. അപ്പോൾ CBIയുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിനക്കറിയാമോ കളി എന്നൊക്കെ ചോദിച്ചാണ് അദ്ദേഹത്തിനെ വിരട്ടുന്നത്. എന്തായാലും ഡിജിറ്റൽ അറസ്റ്റുമായി വന്ന തട്ടിപ്പുകാരെ തുരത്തിയ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SI ഷെഫിൻ 24 പ്രതിനിധി MG പ്രതീഷിനൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്തെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കയ്യോടെ പൊളിച്ച മ്യൂസിയം സ്റ്റേഷനിലെ SI ഷെഫിൻ ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു അവിടെ എത്തിയത്? പ്രോപ്പർ ടൈമിൽ തന്നെ അവിടെ നിന്നൊരു ഇൻഫർമേഷൻ ലൈക്ക് അവരുടെ ഈ വെർച്വൽ അറസ്റ്റിന് അതിൻ്റെതായിരിക്കുന്ന ആ ഒരു വിക്ടിമിൻ്റെ വൈഫ് പുള്ളിക്കാരി ഇടയ്ക്ക് നൈസായിട്ട് അദ്ദേഹത്തിനോട് 2 മണിക്കൂറായിട്ട് വെർച്വൽ അറസ്റ്റിലിരിക്കുന്നുണ്ട്, 3 മണിക്കൂറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതാണ്, അപ്പോൾ അത് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളിന് ഫുഡ് കൊടുക്കാതിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡിൻ്റെ കാര്യം പറഞ്ഞാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പോയിട്ട് ഞങ്ങളുടെ പ്രസൻസിൽ തന്നെ ആ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചു. മകൻ പുറത്ത് എന്തോ ഒരു എക്സാം എഴുതാൻ അന്ന് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം മകനെ വിളിച്ചു. മകൻ പോലീസിനെ കോൺടാക്ട് ചെയ്തു. പോലീസിനെ കോൺടാക്ട് മോളിൽ നിന്ന് നമുക്ക് റൈറ്റ് ടൈമിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻ CIക്ക് കിട്ടിയായിരുന്നു. CIനോട് പറയായിരുന്നു. ആ സമയത്ത് ഞാൻ പുറത്തുണ്ടാകുന്ന സമയത്ത് ഞാൻ നേരെ പോയിട്ട് ഇവിടുന്ന് ഇടപ്പഴിഞ്ഞിലാണല്ലോ സ്ഥലം. അപ്പോൾ ഇടപ്പഴിഞ്ഞ വീട്ടിലെത്തുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്തായിരുന്നു? വീട്ടിലെത്തുന്ന സമയത്ത് പുറത്ത് ആരുമില്ല, എല്ലാവരും അകത്ത് തന്നെ ഇരിക്കുവാണ്. ആ റൂമിനകത്ത് അദ്ദേഹം ഒരു റൂമിനകത്തിരിക്കുവാണ്. പുറത്ത് വൈഫ് പുറത്തുണ്ട്. ആ സമയത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ആ ഒരു ഫുഡ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാക്കി ഇദ്ദേഹം അകത്ത് ഫോണിങ്ങനെ പിടിച്ച് പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് വിർച്വലി അറസ്റ്റഡ് എന്നുള്ള രീതിയിൽ തന്നെ അവിടെ അത് നോക്കിയിരിക്കുക. അയാൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സാർ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? ഞാൻ ഫസ്റ്റ് ചെല്ലുന്ന സമയത്ത് ആദ്യം പറഞ്ഞു, സാർ ഇങ്ങനെ CBIയുടെ ഓഫീസർ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് മുംബൈ പോലീസ് CBI ഓഫീസർ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ അപ്പം തന്നെ ഞാൻ ഫോൺ വാങ്ങിച്ച സമയത്ത് ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. അവർ തട്ടിക്കയറി ഇങ്ങോട്ട്.
അത് തുടക്കം ഫസ്റ്റ് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഞാൻ ചോദിച്ചു നിങ്ങളെ കാണിക്കാൻ പറഞ്ഞു, നിങ്ങളുടെ ഫേസ് കാര്യങ്ങളെല്ലാം കാണിക്കാൻ പറഞ്ഞ സമയത്ത് ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ട് ചെയ്തതിന് ശേഷം അടുത്ത് വാട്സപ്പിന്റെ കോളിൽ വരികയാണ് ചെയ്തത്. വാട്സപ്പ് കോൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ഉൾപ്പെടെ കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് നമ്മളൊരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അത് ലൈക്ക് CBIയുടെ അന്വേഷണത്തിന് തടസ്സം ചെയ്തിട്ട് ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞങ്ങളോട് റൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായി? കാരണം എപ്പോഴാണ് പുള്ളി അത് അവിടെ നിന്ന് ആ കോള് കട്ട് ചെയ്ത് പോകുന്നത് എങ്ങനെയായിരുന്നു? കോൾ കട്ട് ചെയ്ത് പോകുന്നത് അദ്ദേഹത്തിനോട് നമ്മൾ നോർമലി നമ്മൾ ശരിക്കുള്ള ഒരു യൂണിഫോം ദേഹത്ത് കിടക്കുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ ഇടപെട്ടപ്പോൾ ആണ് അത് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം അതുപോലും തന്നെ നമുക്ക് മാക്സിമം നമ്മളെപ്പോലും കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ളൊരു ചാതുര്യമുള്ള ആൾക്കാരായിരിക്കും അവിടെ അപ്പർ സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഈ അധ്യാപകൻ പൈസ കൊടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റോടെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് അതേ സ്ഥലത്ത് പാരലായിട്ട് ഇയാളുടെ വീഡിയോയും കാണുന്നുണ്ടായിരുന്നു. വീഡിയോ മ്യൂട്ടഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്, ലൈക്ക് വീഡിയോ ഇല്ലാത്ത വീഡിയോ കാണുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കാണുമ്പോൾ 20,000 എന്നുള്ള രീതിയിൽ കൊണ്ട് അതിന്റെ ബാലൻസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ലെവലിലേക്ക് ബാലൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് ചെല്ലുന്നത്. മുൻപാണെങ്കിൽ ഇത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നതായിരുന്നു വെർച്വൽ അറസ്റ്റ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, വാർത്തകൾ വരുന്നു, ഈ ഫോണിൽ തന്നെ ഈ സന്ദേശങ്ങൾ വരുന്നു. പക്ഷെ എന്നിട്ടും ആളുകൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ അവയർനെസിന്റെ ആവശ്യമുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇദ്ദേഹത്തിന് തന്നെ പ്രോപ്പറായിട്ട്, കാരണം ഈ ടെലികോം അതോറിറ്റി ഇപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് വെർച്വൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് അതൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. വിർച്വൽ അറസ്റ്റ് എന്നതിനെ പറ്റി വ്യക്തമായിട്ട് ഒരു ബേസിക് ഐഡിയ അദ്ദേഹത്തിനുണ്ട്. വിർച്വൽ അറസ്റ്റ് എന്ന് പറയുമ്പോൾ നടക്കുന്നുണ്ടെന്ന് ഇതിനെ അറിയാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പോലും പെട്ടെന്ന് ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് ഇന്നതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഫാക്ടറുണ്ട്. പക്ഷേ ബാക്കെൻഡിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം അത് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്യും. ഞാൻ അദ്ദേഹത്തെ ആ വിളിച്ച നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞത് 2-3 മണിക്കൂറായിട്ട് അകത്തിരിക്കുകയാണ്, ഞങ്ങൾ അകത്തോട്ട് കയറാൻ സമ്മതിക്കുന്നില്ല, കയറിയാൽ തന്നെ നീ പുറത്തേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ആ രീതിയിലായിരുന്നു റെസ്പോൺസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ റെസ്പോൺസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പം പുള്ളി പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഇത് ആരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത കുറ്റവാളികളെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ 18 വർഷത്തോളം ജയിലിൽ കിടക്കാൻ നിങ്ങളും കൂടെ ബാധ്യസ്ഥരാകും. നിങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്തെങ്കിൽ അവരെയും അതുപോലെ അതിൽ പെടുത്തും, ഈ FIR പെടുത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പുള്ളിയെ പേടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേജിലെത്തി നിൽക്കുമ്പോഴാണ് പുള്ളി ബ്രേക്കായിട്ട് സോറി പറഞ്ഞു തുടങ്ങി. സോറി സാറേ, എനിക്ക് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്ക് പോയി തുടങ്ങിയതാണ് അദ്ദേഹത്തിനോട് ഷെയർ ചെയ്ത്. ഒരുപക്ഷെ കുറച്ചുകൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഫുള്ള് ബ്രേക്ക് ഡൗൺ ആയിട്ട് പൈസ ലെവലിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു പബ്ലിക്കിനോട് പറയാനുള്ളത്? പരമപ്രധാനമായിട്ട് നമുക്ക് ഒരു അവയർനെസ്, നമ്മൾ ഈ ഒരു അവയർ ആയിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം നടക്കുന്നുണ്ട് എന്നുള്ളൊരു അവയർനെസ് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണം. അതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അന്വേഷണ ഏജൻസികളും ഓൺലൈനായിട്ടിരുന്ന് നിങ്ങളെ വിളിക്കുകയോ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിർച്വൽ അറസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് വീട്ടു തടങ്കലിൽ തന്നെ ആക്കുന്ന ഒരു രീതിയോ ഇല്ല. ഞങ്ങൾക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പോയിക്കൊണ്ട് പോകും. അതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ ഓൺലൈനിൽ വിളിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരുത്തേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അതുപോലെ തന്നെ OTP പോലുള്ള കാര്യങ്ങളോ നമ്മുടെ ഏതെങ്കിലും രീതിയിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ SBI നിന്നാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്നാണോ നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്കുകളിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് പക്ക ഫേക്ക് ആയിരിക്കും. കാരണം ഒരു ബാങ്കും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഫോൺ വഴി വിളിച്ചിട്ട് ചോദിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് ബാങ്കിൽ വന്നോളാം എന്ന് അവരോട് റെസ്പോൺസ് കൊടുത്ത് ആ ഫോൺ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉപയോഗം. വലിയ തട്ടിപ്പാണ് അരങ്ങേറിയത്. എന്നാൽ പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം ഒരാൾക്ക് കാശ് നഷ്ടപ്പെട്ടില്ല. MG പ്രതീഷ് തിരുവനന്തപുരം തത്സമയം ചേരുന്നു. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു വിർച്വൽ അറസ്റ്റ് എന്നൊരു സംഭവമില്ല, അങ്ങനെ ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിക്കും അങ്ങനെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ നിയമമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ആളുകൾ ഇപ്പോഴും അതിന് മുഖമിടിച്ച് വീഴുകയാണ്. എന്തായാലും ഇത് തകർത്ത് നന്നായി, ഒരു പാവത്തിന്റെ കാശ് പോയില്ല. എന്താണ് പ്രതീഷിന് അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത് പോലീസ് ഓഫീസറോട്?
SKN തീർച്ചയായും, കാരണം നമ്മൾ തന്നെ പലതവണ വാർത്തകൾ നൽകിയതാണ്, അതിനൊപ്പം തന്നെ പല ബോധവൽക്കരണവും നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പല ആളുകളും കബളിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വെർച്വൽ അറസ്റ്റിനുള്ള ആ ഒരു തട്ടിപ്പ് കേരള പോലീസ് കൈയോടെ പൊളിച്ച ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു വിവരം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. കൃത്യമായൊരു ഇടപെടൽ, സമയോചിതമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ അധ്യാപകനിൽ നിന്ന് പണം പോകാഞ്ഞത്. കാരണം നേരത്തെ ആ സബ് ഇൻസ്പെക്ടർ പറയുന്നത് പോലെ ഒരു 15 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ അദ്ദേഹം ഈ പണം കൈമാറിയേനെ. കാരണം അത്തരത്തിലൊരു അവസ്ഥയിലേക്ക്, കാരണം ഈ പേടിപ്പിച്ച് പണം വാങ്ങുന്ന തരത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വീട്ടുകാരെ ഉൾപ്പെടെ ഈ വെർച്വൽ അറസ്റ്റിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ആ വീട്ടുകാരും സമയോചിതമായി ഇടപെട്ടു. സംശയം തോന്നി കൃത്യമായി പോലീസിന് വിവരം അറിയിച്ചത് കൊണ്ടാണ് ഇത് കൈയോടെ പിടിക്കപ്പെട്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ജാഗ്രത ആളുകൾ പാലിക്കണമെന്നതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനും പറയുന്നത്. ഈ തുടർന്നും ഇത്തരത്തിൽ തട്ടിപ്പുകൾ അരങ്ങേറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കേസിൽ മുംബൈയിൽ ഒരാൾ അറസ്റ്റിലായെന്നും അയാൾക്ക് ഈ ഇടപ്പഴഞ്ഞി സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനുമായി ബന്ധമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു ആദ്യ കോള് വരുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് വഴി കള്ളപ്പണ ഇടപാട് നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ചോദ്യം ചെയ്യൽ ആണ് നടക്കുന്നതെന്നും പറഞ്ഞായിരുന്നു ഒരു CBI ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ വിളിച്ചത്. ഒരു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് ഒരു ഫ്ലക്സ് ബോർഡ് പുറകിൽ കെട്ടിവെച്ചാണ് ഇദ്ദേഹം വീഡിയോ കോളിലൂടെ സംസാരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് CBI ഉദ്യോഗസ്ഥനല്ല, അത്തരത്തിലൊരു ഈ തട്ടിപ്പ് നടത്തുന്ന സംഘമാണെന്ന് മനസ്സിലായി എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെ കൃത്യമായൊരു ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടിയാണ് എന്തായാലും പോലീസ് നൽകുന്നത്. വളരെ കൃത്യമായൊരു ഇടപെടൽ കൊണ്ട് തന്നെ ഈ തട്ടിപ്പ് പൂർണ്ണമായും പൊളിക്കാനും കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളൊരു കാര്യം പ്രേക്ഷകരോട് പറയുകയാണ്. നമ്മുടെ പോലീസ് ഓഫീസർ പറഞ്ഞൊരു കാര്യം, ഈ ചന്ദ്രൻ P പറയുന്നു SKN ആൾക്കാർ എത്രയായാലും പഠിക്കില്ലല്ലോ എന്ന് പറയുന്നു. അതുപോലെ നല്ല പോലീസ് ഫെബിൻ പറയുന്നു നമ്മൾ പോലും അറിയാതെ പിടിച്ചുകൊണ്ട് പോകുക. അത് അദ്ദേഹത്തിൻ്റെ ആവേശം കൊണ്ട് സബ് ഇൻസ്പെക്ടർ പറഞ്ഞതാണ്. സുപ്രീം കോടതി ചില നിഷ്കർഷ ഒരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ ഈ അറസ്റ്റ് മെമ്മോ പോലെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പാലിച്ചു മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ കഴിയൂ, ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിയും നിങ്ങളുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസ് ഓൺലൈനിൽ വന്ന് ചോദിക്കില്ല, അതൊരു കാരണവശാലും ചോദിക്കില്ല. അതുപോലെ നിങ്ങളെ പ്രധാനമന്ത്രി പോലും സാക്ഷ്യപ്പെടുത്തി പറഞ്ഞൊരു കാര്യമാണ്, ഒരു CBI അല്ല ഈ ഒരു അന്വേഷണ ഏജൻസിയും നിങ്ങളെ വിർച്വലായി ഇൻ്റർനെറ്റ് വഴി വന്ന് അറസ്റ്റ് ചെയ്യില്ല. വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു നമ്പർ വന്നിട്ട് ആ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ വിശദാംശങ്ങളോ നിങ്ങളുടെ 10ാം ക്ലാസ് പരീക്ഷയുടെ വിശദാംശങ്ങളോ അങ്ങനെ വ്യക്തിപരമായ വിശദാംശങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ ഒരു ബാധ്യതയുമില്ല. എന്ന് മാത്രമല്ല അയാളെ ഹോൾഡ് ചെയ്യിച്ചുകൊണ്ട് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുകയാണ് വേണ്ടത്. പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് ഇപ്പോഴും ഈ വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് പ്രായമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പേടിപ്പിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം അടിച്ചെടുക്കുന്ന ഒരു വലിയ സംഘം ഉത്തരേന്ത്യയിലുണ്ട്. ജാർഖണ്ഡിലും അതേപോലെ ബീഹാറിലും അതുപോലെ ബംഗാളിൻ്റെ ചില പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരം ആളുകളുണ്ട്. ഇവർ അറസ്റ്റ് ചെയ്യാൻ പോയ ചില പോലീസ് ഓഫീസേഴ്സ് പറയുന്നത് ഇവർക്ക് വലിയ മാഫിയ സംഘത്തിൻ്റെ പിൻബലമുണ്ട്. ചില കോളനികളിലൊക്കെ തന്നെയാണ് ഇവർ വാഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാഫിയ സംഘത്തിൻ്റെ നടുവിൽ നിന്ന് ഇവരെ പിടിച്ചിറക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതാണ് നമ്മുടെ പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പരിചയമല്ലാത്ത നമ്പറുകളിലേക്ക് നമ്മൾ പോകണ്ട. ഒന്ന്. നമ്പർ 2, ഒരു വിർച്വൽ അറസ്റ്റിന് തയ്യാറായ ഒരു പോലീസ് ഓഫീസർ വന്നാൽ അയാളെ ഹോൾഡ് ചെയ്യിച്ചുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക, അതല്ലെങ്കിൽ നിങ്ങൾ പോലീസിൽ വിവരം അറിയിക്കുക. നമ്പർ 3, ഒരു അന്വേഷണ ഏജൻസി വിർച്വലായി നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ഒരു വിശദാംശവും ഓൺലൈൻ വഴി ചോദിക്കത്തുമില്ല. ഇത് നമ്മുടെ മനസ്സിലിരിക്കണം. നമ്മൾ കേരളത്തിലുള്ള ആളുകൾ അത്യാവശ്യക്കുള്ള വിവരം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നവരാണ്. അങ്ങനെ മേനി നടിക്കുന്ന ആളുകൾ പിന്നെയും തട്ടിപ്പിന് വിധേയമാകരുത്. ഇന്ന് തന്നെ ഈ കേസിൽ ശരിക്കും ഈ സബ് ഇൻസ്പെക്ടർ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ബാക്കി കിടന്ന പൈസ പോയേനെ. വിർച്വൽ അറസ്റ്റിന് വിധേയമായി 2 മണിക്കൂറായിട്ട് അത് ഇരിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം അങ്ങനെ ആ അധ്യാപകൻ ഇരിക്കുകയായിരുന്നു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക.